കർണാടകയിലെ സർക്കാരിൻ്റെ വളരെ സ്വാഗതാർഹമായ തീരുമാനം ഹിജാബും കൊന്തയും അല്ലെങ്കിൽ പൂണൂലും രുദ്രാക്ഷവും ഒക്കെ സ്കൂളിലും കോളേജിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ധരിക്കാം എന്നാണ് പുതിയ ഉത്തരവ്. 2022 BJP കൊണ്ടുവന്ന വളരെ തെറ്റായ ഒരു നിലപാട് മാറ്റുകയും സ്വാഗതാർഹമായ നിലപാടുമാണ് പുതിയ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് താമസിച്ചു പോയി എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഇത് വളരെ സ്വാഗതാർഹമാണ്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും ബഹുസ്വരതയുടെയും വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ള രാജ്യമാണ്. യഥാർത്ഥത്തിൽ ഈ ഹിജാബ് ബാനും അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിഹ്നങ്ങൾ, അത് കൊന്തയാകാം, അല്ലെങ്കിൽ പൂണൂലാകാം, രുദ്രാക്ഷമാകാം, അതായത് യൂണിഫോമിനെ ബാധിക്കാത്ത രീതിയിൽ, യൂണിഫോമിനോട് ചേർന്ന് പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ യൂണിഫോമിന് വിഘാതം ഉണ്ടാക്കാത്ത രീതിയിൽ അങ്ങനെ നമുക്ക് ധരിക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട്. അത് തടയാൻ ആർക്കും കഴിയില്ല. കേരളത്തിലെ ഹിജാബ് ഒരു സ്കൂളിൽ നിഷേധിച്ച വാർത്തകളൊക്കെ ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. മറ്റൊരു ക്രിസ്തീയ സ്കൂൾ തന്നെ അതിനെ സ്വീകരിക്കുകയും ആ പെൺകുട്ടിയെ എടുക്കുകയും ചെയ്യും. അവിടെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പരസ്പര വിരോധമുണ്ടാക്കാൻ, ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം, ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം വിഷയങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുക. വളരെ സ്വാഗതാർഹമായ തീരുമാനം തന്നെയാണിത്. ആ തീരുമാനത്തിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാർത്തകളും കൂടി നമുക്ക് നോക്കാം. ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, യൂണിഫോമിനെ ബാധിക്കാതെ ഹിജാബും പൂണൂലും അണിയാം. വിലക്ക് നീക്കി കർണാടക സർക്കാർ. യഥാർത്ഥത്തിൽ പൂണൂല് ഉള്ളിലാണ് അണിയുന്നത്, അതുകൊണ്ട് വെളിയിൽ കാണില്ല. രുദ്രാക്ഷം അടക്കമുള്ളത് ധരിക്കാം. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലിംഗായത്തുകൾ, മറ്റേ ശിവന്റെ ഒരു ലിംഗം ധരിക്കുന്ന അവരുടെ ഒരു ശീലമുണ്ട്. അപ്പോൾ ലിംഗായത്തുകാർക്ക് അങ്ങനെ ധരിക്കാം. എല്ലാ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഇത് സുപ്രീം കോടതി വരെ പോയൊരു കേസാണ്. യഥാർത്ഥത്തിൽ സാക്ഷാൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു വിദ്യാലയത്തിൽ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചു വന്നപ്പോൾ അവിടുത്തെ തീവ്ര ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ അതൊരു വിഷയമാക്കുകയും അത് വലിയൊരു ചർച്ചയും തർക്കവും ഒക്കെയായി മാറി. അവിടെ നമ്മളൊരു ബാലൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ മറ്റേ സിഖുകാരുണ്ട്. സിഖുകാർ തലപ്പാവ് ധരിക്കുന്നില്ലേ? സിഖുകാർ തലപ്പാവ് ധരിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് കൊന്ത ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ കുറി ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ചില മാലകൾ ഇടുന്നുണ്ട്, ഓം ഇടുന്നുണ്ട്, പൂണൂലിടുന്നുണ്ട്, കയ്യിൽ ചരട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗത്തെ വളരെ പോസിറ്റീവായി കാണുന്നതിന് പകരം അതിനെ പ്രശ്നവൽക്കരിക്കുക അല്ലെങ്കിൽ പ്രോബ്ലമറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. എന്തായാലും ആ വാർത്തയൊന്ന് നോക്കി വായിക്കാം. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന ഹിജാബ് നിയന്ത്രണം പിൻവലിച്ച് കർണാടക സർക്കാർ. സ്കൂളുകളിൽ ഹിജാബ്, പൂണൂൽ എന്നിവ ധരിക്കുന്നതിനുള്ള നിയന്ത്രണമാണ് നീക്കിയത്. 2022 BJP സർക്കാർ കൊണ്ടുവന്ന വിവാദ ഉത്തരവായിരുന്നു അത്. യൂണിഫോമിനെ ബാധിക്കാത്ത വിധത്തിൽ ഹിജാബും പൂണൂലും അണിയാം. സ്കൂളുകളിലും കോളേജുകളിലും പുതിയ ഉത്തരവ് ബാധകമാണ്. BJP സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ചിരുന്ന ഹിജാബ് നിയന്ത്രണം വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിതെളിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് സർക്കാർ 3 വർഷം തികയ്ക്കുന്നതിനോട് അനുബന്ധിച്ചാണ് വിവാദ ഉത്തരവ് പിൻവലിച്ചത്. ശരിക്കും അത് വളരെ ഡിലേഡ് ആയിപ്പോയി. അത് ഇത്രയും 3 വർഷമൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതിനെ ഒന്നും പ്രശ്നവൽക്കരിക്കാതെ ഇതിനെയെല്ലാം സന്തോഷത്തോടെ, ഒരുമയോടെ, ഇതൊക്കെ ദൈവീകതയുടെ പ്രതീകങ്ങളായി കാണുന്ന, എന്താ പറയുക, ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഈ നാടിൻ്റെ മഹത്വം, അതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ നന്മ. ആ പോസിറ്റിവിറ്റിയുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. എന്തായാലും ഇത് വളരെ പോസിറ്റീവായൊരു വാർത്തയാണ്. ദേശീയ തലത്തിലടക്കം വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു വാർത്ത കൂടിയാണ്. എന്തായാലും കർണാടക സർക്കാരിന് അഭിവാദ്യങ്ങൾ. കുറച്ച് ഡിലേഡായി, നേരത്തെ വരേണ്ടതായിരുന്നു. നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും പരിപോഷിപ്പിക്കുന്ന, പരിലാളിക്കുന്ന, രക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, പരിരക്ഷിക്കുന്ന ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ എടുക്കാറുള്ളത്. അത് ഹിന്ദു ആണെങ്കിലും, ക്രിസ്ത്യാനി ആണെങ്കിലും, മുസ്ലിം ആണെങ്കിലും, ജൂതനാണെങ്കിലും, സിഖ് ആണെങ്കിലും, ജൈനനാണെങ്കിലും, ബൗദ്ധനാണെങ്കിലും, ഇനി വേറെ ഏത് വിശ്വാസമാണെങ്കിലും ആ വിശ്വാസം ദൈവീകതയിലേക്കുള്ള പാതയാണ്. വളരെ പോസിറ്റീവായ നീക്കമാണ്. അവൾ തട്ടം ധരിക്കട്ടെ. അതായത് ഇതൊരു ബാലൻസിൽ നമ്മൾ കൊണ്ടുപോകണമെന്നുള്ളതാണ്. അതായത് ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ഡ്രസ് കോഡ് അതുമായിട്ട് ചേർന്ന് പോകണം. ആ ഡ്രസ് കോഡിനെ എന്നാൽ ബാധിക്കാനും അതായത് യൂണിഫോമിനെ ബാധിക്കാനും പാടില്ല. ഇതൊരു ബാലൻസാണ്. ഈ ബാലൻസിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ആ ബാലൻസ് കണ്ടെത്തുന്നതാണ് ഒരു സമൂഹത്തിൻ്റെ മഹത്വം. അതാണ് നേഷൻ ബിൽഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ നേഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി സമവായങ്ങളും സന്തുലനങ്ങളും കണ്ടെത്തി മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ചൈതന്യമാണ്, ഒരു രാജ്യത്തിൻ്റെ സംസ്കാരമാണ്. ആ സംസ്കാരം വേണ്ടുവോളം ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം, ഇന്ത്യ. ഇനിയും സമവായം ഉണ്ടാകട്ടെ. പൂണൂലും രുദ്രാക്ഷവും കൊന്തയും ഹിജാബും വേറെ ടർബനും എല്ലാം നമ്മുടെ സാംസ്കാരികതയെ കൂടുതൽ സമ്പന്നമാക്കട്ടെ. ജയ് ഹിന്ദ്.